നമസ്കാരം. ഗസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 28 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം നിലവിൽ വന്ന അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും വലിയ ലംഘനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതെന്ന് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കുറഞ്ഞത് 77 ഫലസ്തീനുകൾക്ക് പരിക്കേറ്റതായും ഗാസയിലെ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ബുധനാഴ്ച പ്രാഥമിക കണക്കനുസരിച്ച് അറിയിച്ചിട്ടുണ്ട്. ലബനാനിലെ ഫലസ്തീനി അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തന്നെ 14 പേരും കൊല്ലപ്പെട്ടു എന്നാണ് അധിനിവേശ സിറിയൻ പ്രദേശം സന്ദർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടിക്കെതിരെയെന്നും യുഎനും അറബ് രാജ്യങ്ങളും രംഗത്തെത്തിയതും. ഗസയിലെ സ്ഥിതി ദയനീയമെന്ന് ഫലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യുഎൻ ഏജൻസി മേധാവി അറിയിച്ചു. തെക്കൻ ഗസയിലെ ഖാൻ യുനീസിനടുത്തുള്ള അൽ മവാസി പ്രദേശം ഉൾപ്പെടെ 3 ഇടങ്ങളെയാണ് ഇസ്രായേൽ പ്രധാനമായും ആക്രമണങ്ങളിൽ ലക്ഷ്യമിട്ടതെന്ന് പറയുന്നു. പലായനം ചെയ്ത ഫലസ്തീൻ കുടുംബങ്ങളെ കൊണ്ട് തന്നെ നിറഞ്ഞ കിഴക്കൻ ഗാസ സിറ്റിയിലെ ഷുജായിയ പ്രദേശത്ത് ഒരു കവലയിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. സെയ്തൂനിന് സമീപത്തെ ഒരു കെട്ടിടത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ 40 ദിവസം പിന്നിടുമ്പോൾ 400-ലേറെ തവണയാണ് ഇസ്രായേൽ കരാർ ലംഘിച്ചത്. ഇതിലൂടെ 300-ലധികം തന്നെ ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടതും. ശക്തമായ പ്രതിഷേധവുമായി ഹമാസ് തന്നെ രംഗത്തുണ്ട്. വെടിനിർത്തൽ കരാർ മറയാക്കി ക്രൂരമായ വംശഹത്യ തുടരാനുള്ള ഇസ്രായേൽ നടപടിയെ ചെറുക്കാൻ ലോകരാജ്യങ്ങൾ തന്നെ തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ ലംഘനം ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് യുഎൻ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സിറിയയിൽ നെതന്യാഹുവിന്റെ സന്ദർശനവും ഇതിനിടയിൽ സംഭവിക്കുന്നു. അതിനിടെ അധിനിവേശിത ദക്ഷിണ സിറിയൻ പ്രദേശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ സന്ദർശനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സിറിയയും ജോർദാൻ ഉൾപ്പെടെ വിവിധ അറബ് രാജ്യങ്ങളും ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട് എന്ന് പറയാം. നെതന്യാഹുവിന്റെ നടപടി ആശങ്ക സൃഷ്ടിക്കുന്നതായി യുഎൻ ജനറൽ സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് പറയുന്നുണ്ട്. ഗസയിൽ കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ മാനസിക പ്രതിസന്ധി തീവ്രമാകുമെന്ന് ഫലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യുഎൻ ഏജൻസി മേധാവി ഫിലിപ്പ് ലസാരിനി ചൂണ്ടിക്കാട്ടി. ദക്ഷിണ ലബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 1 വർഷം മുൻപ് തന്നെ നടന്ന ഹിസ്ബുല്ലയുമായുള്ള വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം നടക്കുന്ന വൻ ആക്രമണം കൂടിയാണിതെന്ന് സൂചിപ്പിക്കണം. തീരദേശ പട്ടണമായ ഐനുൽ ഹിൽവ അഭയാർത്ഥി ക്യാമ്പിലെ മസ്ജിദിന്റെ പാർക്കിങ്ങിന് നേരെയായിരുന്നു ബോംബിംഗ്. രാജ്യത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നായ ഐനുൽ ഹിൽവയിൽ 64,000-ഓളം പേർ താമസിക്കുന്നുണ്ട്. ഗസയിൽ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട കരട് പ്രമേയം യുഎൻ രക്ഷാസമിതി അംഗീകരിച്ചു. എതിരില്ലാത്ത 13 വോട്ടിനാണ് പ്രമേയം അംഗീകരിക്കപ്പെട്ടത്. റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്.